ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് എന്നെ ട്രോളാൻ മറ്റാരും വേണ്ട ഞാൻ തന്നെ മതി. അതേപോലെ തന്നെയാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ ഈ സീസണിലെ കണ്ടസ്റ്റൻസിനെ അവർ തന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കാണാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ഇപ്രാവശ്യത്തെ എഡിറ്റിംഗ് ടീം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് സീസണിനെക്കാട്ടി കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവരുടെ എഡിറ്റിങ്ങിന്റെ ഇതാണ്. കാര്യം ഇവർ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പ്ലാച്ചിനെയൊക്കെ വെച്ചിട്ട് ഇവർ ചെയ്തേക്കുന്നത് സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം അവിടെ സത്യം പറഞ്ഞാൽ അവിടെ ഒരാളല്ല പ്ലാച്ചി, ജസ്റ്റ് ഒരു പാവയാണ്. പക്ഷെ അതിനകത്തൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് പ്ലാച്ചിനെ മാറ്റി പ്ലാച്ചി എടുത്ത് പുറത്തെറിഞ്ഞപ്പോൾ പ്ലാച്ചി എവിക്റ്റഡ് എന്നൊക്കെ പറഞ്ഞു വന്നു. അതൊക്കെ ഭയങ്കര കാര്യം നമുക്ക് ഒന്നാമത് നമ്മൾ ഈ സീസൺ ഇച്ചിരി ഒന്ന് നമുക്ക് ഡൗൺ ആയി വരുന്ന സമയത്തായിരുന്നു ഇവരുടെ എഡിറ്റിംഗ് ടീമാണ് അതിനെ കുറച്ചും കൂടെ കൊണ്ടുവന്നത്. അതിന് അവിടുത്തെ നോൺ ലിവിങ് തിങ്സിനെ വരെ, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വരെ ജീവൻ കൊടുത്തത് എഡിറ്റിംഗ് ടീം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യം. ശരി, ഈ മണി ബോക്സ് ടാക്സിലെ അതിൽ ആര് പൈസ എടുത്തോണ്ട് പുറത്തോട്ട് പോകുന്ന വിചാരിക്കുന്നത്? പണപ്പെട്ടിയുടെ കാര്യത്തിൽ ആദില ഇങ്ങനെ വെച്ചേക്കുകയാണ്. ആദിലേക്കാണ് ആഗ്രഹം. കാര്യം നേരം എല്ലാവർക്കും പൈസയുടെ ആവശ്യങ്ങളുണ്ട്. സോ അതിൽ ഇവിടെ പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാര്യം അക്ബർ എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എപ്പിസോഡിൽ ഞാൻ പറയുന്നതാ. അതിലെയാണ് മനസ്സിനകത്ത് വിചാരിച്ച് വെച്ചേക്കുന്നത് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകണം, അതുവരെയെങ്കിലും ഇവിടെ നിൽക്കണം എന്നുള്ളത്. പക്ഷെ നിവിൻ്റെ കാര്യത്തിലും നിവിൻ അവിടെ ഉണ്ടെങ്കിൽ നിവിൻ അവിടെ എന്തെങ്കിലും പണി ഒപ്പിക്കും അതിനകത്ത്. ശരി, നമ്മളിപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു. മോഹൻലാൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ആളുകൾ വരുന്നൊരു സീസൺ ആയിട്ട് ഈ സീസൺ മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കമൻസ് ഒക്കെ. ലാലേട്ടൻ്റെ ഒരു കോസ്റ്റ്യൂമിന് പോലും ഇപ്പോൾ ഭയങ്കര ഫാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തല്ല ഈ ഒരു സീസണിൽ. അതെ, കോസ്റ്റ്യൂമിന് ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്സ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ ഇരുന്നിട്ട് ലാലേട്ടൻ്റെ ഓരോ ആഴ്ചയും നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ജസ്റ്റ് ഒരു ഡിസൈനർ ലാലേട്ടന് ചെയ്തു കൊടുക്കുന്ന കോസ്റ്റ്യൂമാണെന്നൊക്കെ. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഭയങ്കര ഒരു കഥയുണ്ടെന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇന്ന് ലാലേട്ടൻ തീയായിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡ്രാഗണിൻ്റെ ഒരു സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സ് ലാലേട്ടന് ചെയ്യുന്നു. ഓണത്തിൻ്റെ സമയത്ത് ഇന്ന് ലാലേട്ടൻ പൂക്കളമാണല്ലോ, പൂപ്പാട്ടല്ലേ വരാൻ പോകുന്നത്. സോ പൂക്കളിട്ട ഡ്രസ്സ് ഇട്ട് ലാലേട്ടൻ. സോ ഇതൊക്കെ നമുക്ക് ഇന്നലെയാണ് തോന്നുന്നു ആ വീഡിയോ വന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ ഉണ്ടോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ലാലേട്ടൻ്റെ ഓരോ ഡ്രസ്സിൻ്റെ പിന്നിലും ഓരോ കഥയുണ്ടെന്നുള്ളത് നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാക്കി തന്നത് ഇന്നലത്തെ ആ വീഡിയോയിലായിരുന്നു. ഈ സാബുമാൻ അദ്ദേഹം ഒരു സേഫ് പ്ലെയർ ആണല്ലേ. അപ്പോൾ ആ പുള്ളി ടോപ്പ് 5 വന്നാൽ എന്തായിരിക്കും പ്രതികരണം? പ്രതികരണം എന്ന് പറഞ്ഞാൽ അതിശയിക്കാനൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ ആൾക്കാരുടെ പ്രതിഷേധമായിരിക്കും സാബുമാൻ എത്തുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും സാബുമാന് ആരുമില്ല, ചിലപ്പം ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കാര്യം എൻ്റെ അടുത്ത് കമൻസ് അല്ലാണ്ട് എന്നെ പേഴ്സണലി എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പുറത്തുള്ള ആൾക്കാരും സംസാരിക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ പറഞ്ഞതാണ്, ചേച്ചി സാബുമാന് ഇപ്പം ഒരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു മറ്റ് കണ്ടസ്റ്റൻ്റിനൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആണ് സാബുമാന് വോട്ട് കിട്ടുന്നത്. ഈ വോട്ടൊക്കെ സാബുമാനാണ് പോണത്, വോട്ട് കൊടുക്കുന്ന ആരും. സോ വോട്ട് സാബുമാൻ ഇരിക്കട്ടെ. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പുറത്തുനിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു, ചേച്ചി ഞാൻ പുറത്താണ്, അതായത് എബ്രോഡാണ്, പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് മലയാളികൾക്ക് സാബുമാനെ ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി നിൽക്കുന്നു. അതായത് മറ്റവരവിടെ അടിയും ബഹളവും എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിരിച്ച മുഖമാറ്റ ഒരാൾ നിൽക്കുമ്പോൾ അയാളിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഓഡിയൻസിൽ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഭാഗ്യം വന്ന് ഇപ്പോൾ പതുക്കെ സാബുമാന് ഭാഗ്യം നന്നായിട്ടുണ്ട്. കാര്യം ആ ഒരു എവിക്ഷൻ, ആ ജിഷിൻ്റെ എവിക്ഷൻ, ആ ജിഷിന് പകരം സാബുമാനാണ് ഔട്ടായിരുന്നു എങ്കിൽ അത് സാബുമാൻ അവിടെയാണ് ഭാഗ്യം വന്നത്. സാബുമാൻ രക്ഷപ്പെട്ടു. അതിൽ നിന്നാണ് സാബുമാൻ പിടിച്ച് കയറുന്നത്. പിന്നെയും അവിടെ നിന്ന് സാബുമാന് ശ്രദ്ധിക്കാൻ തുടങ്ങി, അയ്യോ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് സാബുമാൻ്റെ ഗെയിം ഒന്നും വലുതായിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ പതുക്കെ ഗെയിമൊക്കെ കളിച്ചു തുടങ്ങി, പക്ഷം പിടിച്ചു തുടങ്ങി, അനുവിൻ്റെയൊക്കെ എഗൻസ്റ്റ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. എന്നാലും സാബുമാനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നമ്മൾ പറയേണ്ട ഒരാളും കൂടി ഉണ്ടല്ലേ, അനീഷ്. കാരണം ഒരു കോമൺ മത്സരാർത്ഥി, ഒരു സാധാരണക്കാരനിടയിൽ നിന്ന് വന്ന ഒരാൾ ആദ്യമായിട്ടാണ് ഇത്ര ദിവസങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അനീഷ് ഒരു മികച്ച പ്ലെയർ ആണോ? തീർച്ചയായിട്ടും അനീഷ് വളരെ പ്ലാനിങ്ങോടുകൂടി വന്നൊരു പ്ലെയറാണ്. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം, എങ്ങനെ പറയണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ളത്. അനീഷിൻ്റെ ആദ്യത്തെ പ്ലാനിങ് ഒന്ന് ചീറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് 2 ആഴ്ചത്തെ ഗെയിം പുള്ളിക്കാരെ നന്നായിട്ട് കളിച്ച് വന്നതാണ്. ഭയങ്കരമായ രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മറ്റ് കണ്ടസ്റ്റൻ്റ് കിടന്ന് ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യം 100 പ്രാവശ്യം പറയുക. സോ ഇതൊക്കെ അനീഷിൻ്റെ ഒരു പാറ്റേൺ ആയിരുന്നു. അങ്ങനെ തന്നെ മനസ്സിലാക്കി ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടനാണ് അത് ബ്രേക്ക് ചെയ്തത്. കളിക്കണ്ട, ഇങ്ങനെ അല്ല കളിക്കേണ്ടതെന്ന് പറഞ്ഞ് ലാലേട്ടൻ ഒരു ഹിൻഡ് കൊടുത്തു. അത് കഴിഞ്ഞ് അനീഷ് പതുക്കെ ഒരു നന്മമരം സോണിലേക്ക് വന്നു.
നന്മമരത്തിലേക്ക് വന്നു. അപ്പം നമ്മൾ പിന്നെ അങ്ങോട്ട് നന്മമര സോണാണ് നമ്മൾ കാണുന്നത്. ഇപ്പം പെട്ടെന്ന് പഴയ സോണിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അനീഷിൻ്റെ ഗെയിം ഇഷ്ടമാണ്. ചില സമയത്ത് അനീഷ് ചില കാര്യങ്ങൾ, ഇപ്പം ചില സമയത്ത് ഈ ഒന്നാമത്തെ കാര്യം അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്ന കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. കോംബോ താല്പര്യമില്ല അനീഷിൻ്റെ ഫാൻസിന്. അനീഷ് ഒറ്റയ്ക്ക് കളിക്കുക. പിന്നെ ഒറ്റയ്ക്ക് കളിക്കുമ്പം കൂടുതൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജീസ് ഒന്നും എടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഒറ്റപ്പെടലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇപ്പോൾ അനീഷ് സ്വന്തമായിട്ട് ഗ്രേസ്ഫുൾ ആയിട്ട് കളിക്കാനാണ് അനീഷിൻ്റെ ഫാൻസ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഒരു കോമണർ എന്ന നിലയ്ക്ക് ഇതുവരെ എത്തിയില്ലേ? അയ്യോ, അത് തന്നെ വലിയ കാര്യം. ഇവരെ നിന്ന് കളിച്ച് കോമണർ കാർഡൊക്കെ എടുത്തു, അതൊക്കെ ശരി തന്നെ, എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാ കളിയും അനീഷ് അവിടെ കളിച്ചു. എല്ലാ സംഭവങ്ങളും കളിക്കുന്നുണ്ട്, മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കുന്നുണ്ട്. ചില സമയത്ത് മിണ്ടാതെയൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് തോന്നും എന്തുകൊണ്ട് ഈ അനീഷ് മിണ്ടായിരിക്കുന്നു, ഒന്ന് വർത്താനം പറയുന്നത്. പക്ഷെ പിന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള പിന്നെ അനീഷിനൊരു പാറ്റേൺ ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് 9 മണിക്കിടയിലാണ് അനീഷ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്ക് ലൈവ് കാണുന്നവർക്ക് അറിയാം. ഇതൊക്കെ എന്നും പറഞ്ഞൊരു പാറ്റേൺ ആണ്. പിന്നെ അനീഷിൻ്റെ ഗെയിമൊക്കെ വീട്ടുകാർ തന്നെ കുറേ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അനീഷ് അതിന് കരകയറിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ എത്തിയില്ലേ? നമുക്ക് ടോപ്പ് 5 തന്നെ അനീഷിൻ്റെ ഒരു നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്, സ്ട്രോങ് ആയിട്ട്. അനീഷിന്റെ കോംബോ നമുക്കറിയാം ഷാനവാസ് ആണ്. അപ്പം അനീഷ് റിയൽ ആയിട്ട് തോന്നുന്നു, ഷാനവാസ് ഫേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ രേവതിക്ക്? എനിക്ക് രണ്ടുപേരും ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്, സത്യമായിട്ടും. പിന്നല്ലാണ്ട് കാര്യം ആദ്യം എനിക്ക് അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് എത്തിയത് അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. കാര്യം ഷാനവാസ് ഇവിടെ നന്നായിട്ട് ഒരു ഗെയിമറാണ്, നല്ലൊരു ഗെയിമറാണ് ഷാനവാസ്. കാര്യം അക്ബറിനെതിരെ ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും തിരിച്ചത് ഷാനവാസാണ്. അതിന് അക്ബർ എന്തോ വലിയൊരു വില്ലനാണെന്ന് എല്ലാവരുടെ മനസ്സിലേക്കും കുത്തിയിട്ട് കൊടുത്തത് ഷാനവാസാണ്. പിന്നെ അത് കാര്യം മാത്രമല്ല, ഈ അനീഷിനെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല ആർക്കും. പിടിച്ചു നിർത്തിയത് ഷാനവാസാണ്. അപ്പോൾ ഈ ഷാനവാസ് അനീഷിൻ്റെ കൂടെ കൂടിയതും ഗെയിമിൻ്റെ ഇത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. അത് കഴിഞ്ഞ ശേഷം അനീഷ് ഷാനവാസിനെ ഒന്ന് അടക്കി. അത് കഴിഞ്ഞ് അനീഷ് കുറച്ച്, അപ്പോൾ നമ്മൾ വിചാരിക്കും അനീഷ് അങ്ങ് അടങ്ങിയെന്ന്. ഇല്ല, അനീഷ് ഷാനവാസിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അടങ്ങിയിട്ടൊന്നും ഇല്ല. പിന്നെ ലാലേട്ടനാണ് ഇവരെ കോംബോ ആക്കിയത്, അല്ലാതെ അവർ തനിയെ കോംബോ ആയതൊന്നും അല്ല. അപ്പോൾ അനീഷ് വിചാരിച്ചു എന്താണ്, പുറത്ത് ഭയങ്കര ഹിറ്റായിരിക്കും, പുറത്ത് ഇച്ചിരി ഇഷ്ടമാണ്, അവരുടെ കോംബോയിന് ഇഷ്ടമാണ്. പക്ഷേ ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾ കോംബോ അല്ലേ, നിങ്ങൾ ഹൃദയം തുറക്കൂ എന്ന് പറഞ്ഞ് അവസാനം അനീഷ് ഹൃദയം തുറന്നു. കാര്യം എന്തൊക്കെയോ പുറത്ത് ഇവരുടെ കോംബോ കാണാനാണ് ഇഷ്ടം എന്ന് മനസ്സിലായി. പക്ഷേ എന്നാലും അനീഷ് അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും ഗെയിം വിട്ടുകൊടുത്തിട്ടില്ല ഷാനവാസിൻ്റെ കയ്യിൽ. കാര്യം കഴിഞ്ഞ ആഴ്ച തന്നെ അനീഷ് ഷാനവാസ് തനിക്കെതിരെ കളിച്ച എല്ലാ ഗെയിമും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ കളിച്ച എല്ലാ ഗെയിമും. അതിന് ഷാനവാസ് ഒന്ന് അടിപതറിപ്പോയി. കഴിഞ്ഞ ആഴ്ച ഒന്ന് പതറിപ്പോയി ഷാനവാസ്. അയ്യോ, ഇവൻ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഇവൻ മനസ്സിലായോ എന്നുള്ളത്. എന്നിട്ട് ഇപ്പം തിരിച്ച് ഷാനവാസ് പിടിക്കുന്നുണ്ട് അനീഷിനെ. ഇവർ രണ്ടുപേരും കളിക്കുക. ആദ്യം ഷാനവാസ് അനീഷിനെ വെച്ച് കളിച്ചു, ഇടയ്ക്ക് അനീഷ് ഷാനവാസിനെ വെച്ച് കളിക്കുന്നുണ്ട്, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കളിക്കുന്നുണ്ട്. എന്തായാലും ഗെയിമാണത്, അത് ഗെയിം. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ കോംബോ എടുക്കുന്നുണ്ടെങ്കിലും ട്രൂ ആയിട്ടുള്ളത് എടുക്കാൻ നോക്കുക. ഓഡിയൻസിന് ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയാത്, അതാണ് നല്ലത്. തീർച്ചയായും. ഇപ്പം ഒരു വീട്ടിൽ കയറ്റൽ പരാമർശം ഉണ്ടായിരുന്നല്ലോ, ആദിലയും നൂറയും വീട്ടിൽ കയറ്റില്ല എന്ന് രശ്മി പറയുന്നു. അവരുടെ അമ്മ വന്ന സമയത്ത് വീടിൻ്റെ പടിവാതിൽ വരെ വേണമെങ്കിൽ കയറ്റാമെന്ന് പറയുന്നു. അത് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ 2 അഭിപ്രായം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇത് ആ കണ്ടസ്റ്റൻസിന് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തോന്നിയിട്ടുണ്ട് ആ ഒരു പരാമർശം. തീർച്ചയായിട്ടും നമുക്കിപ്പം ഇപ്പം എൻ്റെ അഭിപ്രായം തന്നെയാണ്, നിങ്ങൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെ തന്നെ ചിന്തിക്കണമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പം ലക്ഷ്മി പറയുന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. നമുക്കതിനെ ഒരിക്കലും ഇല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ എവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്ക് പോയി പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ലക്ഷ്മി ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ, ഇപ്പോൾ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാര്യം നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയോട് നമുക്ക് ഇത് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതിനോട് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ കയറ്റാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് താല്പര്യമില്ല. ലക്ഷ്മി പറഞ്ഞതിനോട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമേ ഇല്ല. അത് ലക്ഷ്മി ചെയ്ത തെറ്റാണ്. പക്ഷേ ലക്ഷ്മി വിചാരിക്കുന്നത്, ലക്ഷ്മിയുടെ ആ ഒരു ഇതിനോടുള്ള അത് ലക്ഷ്മിയുടെ അഭിപ്രായമാണ്. അത് നമുക്കൊരിക്കലും ഇല്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ ചിന്തിക്കണം, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ പറ്റുള്ളൂ എന്ന് നമുക്ക് അവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ആദിലയും നൂറയുടെയും കാര്യം. അവരോട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ 2 അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മി ആ സ്റ്റാൻഡിൽ നിന്നതിൽ ലക്ഷ്മിക്ക് സപ്പോർട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ നിന്നതുകൊണ്ടാണ് ലക്ഷ്മിക്ക് ഇതുവരെ നിൽക്കാൻ പറ്റിയത്. ഈ പലപ്പോഴും ഗെയിമിന് പകരം കിച്ചണാണ് ടോപ്പിക് ആവുന്നു തോന്നിയിട്ടുണ്ടോ? അതെ തോന്നിയിട്ടുണ്ട്. ഗെയിമോ ഏത് ഗെയിം? കിച്ചൺ ആയിരുന്നു ടോപ്പിക്ക്, ഭക്ഷണമായിരുന്നു ടോപ്പിക്ക്, ഫുഡായിരുന്നു വിഷയം. കാര്യം ഇവരെ പണിപ്പുര എന്ന് പറഞ്ഞ് ഒരു മാസം ഇവരുടെ ഡ്രസ്സ്, ഇവരുടെ മേക്കപ്പ്, ഫുഡ് എല്ലാം മാറ്റിയിട്ട് ഒരു മാസമാണ് ഇവരെ അവിടെ ഇട്ടത്. അത് കാരണം ഇവർക്ക് ഭയങ്കരമായ ഒരു ഇതുണ്ടായി. കാര്യം ഫുഡിനോടാണെങ്കിലും ഡ്രസ്സിനോടാണെങ്കിലും. അതിൽ ഈ കിച്ചണിനകത്തെന്ന് പറഞ്ഞാൽ അനു അവിടെ കിച്ചണിനകത്ത് കയറി അനു വേറൊരു രൂപമായി മാറും. അനുവിൻ്റെ കണ്ടൻറ്റേ കിച്ചണാണ്. അത് എനിക്ക് കൂടുതലും അനുവിന് കണ്ടൻറ്റ് കിട്ടുന്നതും അനുവിന് സപ്പോർട്ട് കിട്ടുന്നതും അനുവിന് നെഗറ്റീവ് കിട്ടുന്നതും കിച്ചണിൽ നിന്നാണ്.
അനുവിന് ആകെ കൂടെ കണ്ടന്റ് കിട്ടുന്നത് കിച്ചണിൽ, പക്ഷേ നെഗറ്റീവ്സ് അനുവിനെ ഇഷ്ടപ്പെടാതാവുന്നത് കിച്ചണിലാണ്. കാര്യം അനുവിൻ്റെ ചില പ്രവൃത്തികൾ കാരണം. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണ് വഴക്ക്, എപ്പോഴും വഴക്ക് അത് തന്നെയാണ്. ഫുഡായിരുന്നു ഈ സീസണിലെ മെയിൻ വിഷയം. ശരി, ഒരൊറ്റ ചോദ്യം കൂടി, ആര് കപ്പടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അയ്യോ, ഞാൻ പറയട്ടെ, എനിക്ക് തലേദിവസം ചോദിച്ചാലും എനിക്കറിയില്ല കേട്ടോ, സത്യമാണ് പറയണത്. തലേദിവസം അല്ല, 1 മണിക്കൂർ മുന്നേ ചോദിച്ചാലും ഞാൻ പറയില്ല. അങ്ങനെയാണ് ഈ പോക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ കയറും, അടുത്ത ആൾ പിന്നിലേക്ക് വലിച്ചിട്ട് കയറും, ഒരാൾ കയറും, അടുത്ത ആൾ പിന്നിലേക്ക് വലിച്ച്, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക, പിന്നിലേക്ക് വലിച്ചിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് ഒരു ടിക്കറ്റ് ഇപ്പം നടക്കാൻ വേണ്ടി പിന്നെ എന്ത് ടാസ്ക് എന്നല്ല, ടിക്കറ്റ് ഫിനാലെയോ എന്ത് ടാസ്ക്കാണ് നടക്കാൻ പോണെങ്കിലും അതിൽ സൂപ്പറായിട്ട് കളിക്കുക. പക്ഷേ ഈ കളി മാത്രമല്ല കേട്ടോ, ടാസ്ക് മാത്രമല്ല, ഒരു ഫാൻ ബേസ് ഓൾറെഡി ഇവർക്കുണ്ട്. അത് മായ്ച്ച് കളയാൻ പറ്റില്ല, അത് അവർ ഔട്ടാവാതെ അത് മായ്ച്ച് കളയാൻ പറ്റില്ല. സോ ഫാൻ ബേസ് ഉള്ളവർക്കാണ് ഇപ്പോഴും ഇതിനകത്ത് പ്രാധാന്യം, വിന്നർ ആവാനുള്ള സാധ്യത. ഒരു സാധ്യത എനിക്ക് ഒരാളെ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം അനീഷ്, ഷാനവാസ്, അനു ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആര്യനും അക്ബറും ഒക്കെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ട്രയോ പറയാമെങ്കിൽ നമുക്ക് അനീഷിനെ, ഷാനവാസിനെ, അനുവിനെയും പറയാം. ഇതിൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഇവർ പറയാൻ പറ്റത്തില്ല, മനസ്സിലായില്ല, ഒട്ടുമേ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സീസണാണിത്. ശരി, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഡോക്ടർ രേവതി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചു. ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിന്. ശരി, താങ്ക് യു സോ മച്ച്. ശരി, ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.